ഇതൊന്നും നമ്മൾ വേറെ എവിടെയും കാണില്ല. ഈ വർക്കുകൾ ചെയ്തിട്ടുള്ളൊക്കെ ഇവിടെ തന്നെ ചെയ്തിട്ടുള്ള കേട്ടാ. അല്ല, നമ്മളുടെ സൈസിനനുസരിച്ച് ഇവർ ചെയ്തു തരും കേട്ടാ. അടുത്ത നോക്കിയേ, കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ്. 35,500 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഇതിങ്ങനെ കഴുത്തിലേക്ക് വരും, ഇതിന്റെ ഉള്ളിൽ കൂടെ കൈ വരും. ഇത് 10 താഴെയാണ് വരുന്ന റേറ്റ്. അത്ര വരുന്നുള്ളൂ. ഇതിന്റെ പേര് തന്നെ തല്ലുമാല എന്നാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ആളുകൾക്ക് ഭയങ്കര ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പണ്ട് കാലം മുതലേ നമ്മുടെ തൃശ്ശൂർ എമ്മ റോട്ടിൽ ഭാവന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയുണ്ടായിരുന്നു. ഇപ്പോഴുണ്ട് കട. അതായത് സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത്, കല്യാണത്തിൻ്റെ ഡ്രസ്സുകൾ വാടകയ്ക്ക് കൊടുക്കണ ഒരു കടയുണ്ടായിരുന്നു. മാത്രല്ല ഈ കുർബാനയുള്ള പാടിന്റെ ഡ്രസ്സുകൾ അവര് കഴിഞ്ഞിട്ടുള്ളൂ. അതന്നെ, അതിൻ്റെ അവരെ വലിയൊരു ഷോപ്പ് ഒരു 1.25 കൊല്ലം മുമ്പ് നമ്മുടെ തൃശ്ശൂർ പറവട്ടാനിയിൽ ജൂബിലി കഴിഞ്ഞിട്ട് മണ്ണുത്തിക്ക് പോണ വഴിയിൽ അവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ ചെറിയേട്ടൻ്റെ മോൻ്റെ കല്യാണമല്ല, സഞ്ജുവിൻ്റെ കല്യാണത്തിന് അവരൊക്കെ ഈ ഷർവാണി പോലത്തെ ഡ്രസ്സൊക്കെ, സഞ്ജുവിന്റെയും മാളുവിന്റെ ഒക്കെ കല്യാണത്തിന് അവര് റിസപ്ഷൻ ഇട്ട ഡ്രസ്സൊക്കെ എറണാകുളത്ത് പോയിട്ടാണ് വാടകയ്ക്ക് എടുത്തത്. ഇവിടെ ഈ അടിപൊളി ഒരു ഷോപ്പുണ്ട് ഈ ഭാവന, ഇവിടെ തൊട്ടടുത്തേക്ക് പോയാൽ മതി. ഇത് അതല്ല, എറണാകുളത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് എടുക്കാൻ പോകണം. പിന്നെ അത് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുപോയി കൊടുക്കാൻ പോകണം. ഇതിനൊക്കെ വണ്ടി ഓടണ്ടേ. അപ്പം അങ്ങനത്തെ ഇന്നും തൊട്ടടുത്തുണ്ടായിരുന്നു. അവരുടെ എമ്മോ റോട്ടിലത്തെ ഷോപ്പില്ലേ തൃശ്ശൂരത്തെ, അതിന്റെ 50ാം വാർഷികമാണ് ഈ വർഷം. പിന്നെ ഇപ്പൊ ഈ ഷോപ്പ് തുടങ്ങിയിട്ട് ഒരു 1.5 കൊല്ലം. അപ്പൊ ഈ 50ാം വാർഷികം പ്രമാണിച്ച് മാർച്ച് 1-ാം തീയതി തൊട്ട് മെയ് 31 വരെ 3 മാസം 90 ദിവസം അവിടെ എല്ലാത്തിനും 10 മുതൽ 30% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാ ഡ്രസ്സുകൾക്കും അവിടെ റെൻ്റലാണ് കൂടുതലും ഫേമസ് ഇവർ. പിന്നെ ഏത് മോഡൽ സാധനം വേണമെങ്കിലും ബ്രൈഡ്സിനുള്ളതും ഗ്രൂമിനുള്ളതും റെൻറ്റിന് കിട്ടും. ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, ആവശ്യമായിട്ടുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ എല്ലാതും ഉണ്ട്. പിന്നെ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ റെൻറ്റിന് കിട്ടും. പിന്നെ അതുകൂടാതെ അല്ലാത്ത ഡ്രസ്സുകളും ഉണ്ട്. നോർമലായിട്ടുള്ളൊരു കടയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഡ്രസ്സുകളും അവിടെയുണ്ട്. കുട്ടികൾക്കുള്ളത് തൊട്ട് ഒരു ഫാമിലി പാക്ക് എന്ന് തന്നെ പറയാം. ചെറിയ കുട്ടികൾ തൊട്ട് എല്ലാവർക്കുള്ള ഡ്രസ്സും അവിടെയുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് പോണത്. അത് വിശദമായി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മൾ പറവട്ടാനി ഭാവനയിലേക്ക് എത്തിയിട്ടാണ്. ഇതാണ് കട. അപ്പം നമ്മൾ കടയിലേക്ക് കയറുന്നു. നമ്മൾ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനും എല്ലാം കാണിച്ചു തരാനും ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നൊക്കെ പറഞ്ഞു തരാൻ അഭിഷേക് ഉണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്തൊക്കെയുള്ള ഈ ഫ്ലോറിൽ? ഇവിടെ നമുക്ക് മെയിനായിട്ട് വരുന്നത് സൽവാർ സെറ്റുകൾ, അതുപോലെ ചുരിദാർ മെറ്റീരിയലും ഉണ്ട്, റെഡിമെയ്ഡ് ചുരിദാർസും ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് കംപ്ലീറ്റ്ലി കിഡ്സ് സെക്ഷനാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന കൂടുതലും ചുരിദാറുകളും കാര്യങ്ങളും ഇവിടുത്തെ തന്നെ ഡിസൈൻസിൽ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കണം. ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ സാധാരണ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരേപോലത്തെ ഡിസൈൻസ് ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരേ കാലഘട്ടത്തിൽ എല്ലാ കടകളിലും അല്ലേ, മിക്കവാറും ഒരു സ്ഥലത്തു നിന്നായിരിക്കുമല്ലോ അവർക്ക് അവിടേക്ക് വരുന്നുണ്ടാവാം. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്, ബോട്ടിക്ക് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഇവരുടെ തന്നെ തനതായ ഡിസൈനുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് യുണീക്ക് ഡിസൈൻസ് ആയിരിക്കും. ഞാൻ ആദ്യം കാണട്ടെ, എന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാം. ഇതൊരു പ്രത്യേക നല്ല ഡിസൈൻ ആയിട്ടുണ്ടല്ലോ. ചേട്ടൻ പറയണേ എടുക്കാൻ വരട്ടെ. അപ്പം ഞാൻ പറയും ഇത് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അതിൽ പെട്ടെന്ന് എടുക്കുക കണ്ടപ്പോഴേ. ഇതൊന്നും നമ്മൾ വേറെ എവിടെയും കാണില്ല. ഈ വർക്കുകൾ ചെയ്തിട്ടുള്ളൊക്കെ ഇവിടെ തന്നെ ചെയ്തിട്ടുള്ള കേട്ടാ. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നില എന്ന് പറയുന്നത് വർക്കിംഗ് യൂണിറ്റ് ആണ്. ഇങ്ങനെ ഡിസൈനേഴ്സിന്റെ സ്റ്റുഡിയോ ഉണ്ട്, ഹാൻഡ് വർക്കേഴ്സ് യൂണിറ്റ്. ഹാൻഡ് വർക്ക് അവരിന്ന് ചെയ്യണമൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഞങ്ങൾ വന്നിട്ട് ആദ്യം അവിടെയൊക്കെ പോയി കണ്ടു. ഇത് നല്ല രസമുണ്ട്. ഞാൻ അടുത്തത് നോക്കിയേ, ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ കണ്ണാട നെക്കിൻ്റെ ഡിസൈൻ കണ്ട, ഇതിൻ്റെ പ്രത്യേകതരം ഡിസൈനാണ്. ഇവിടെയൊക്കെ ഓട്ടയ്ക്ക് ഇട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ കംപ്ലീറ്റ് ജോർജറ്റാ, മനസ്സിലായി. ഇതിന്റെ ഡിസൈൻ നോക്കിയേ,
നമ്മളെവിടെയും കാണാത്ത ടൈപ്പ് പാറ്റേൺ അല്ലേ വർക്ക്? ഇത് കുറച്ചുകൂടി വേറൊരു രീതിയിൽ ചെയ്തതാണ് നമ്മൾ. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ അധികം വർക്കുകൾ വരുന്നില്ല. ഫ്രണ്ട് ആണല്ലേ? അതെ, ജസ്റ്റ് ഒരു സ്ലിറ്റ് മാത്രം. പക്ഷെ ഇതിന്റെ ബാക്കിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സ്ലീവ്ലെസ്. ആ മനസ്സിലായി. കഴുത്ത് ഭയങ്കര വണ്ണം കുറവുള്ളവർക്ക് പറ്റുള്ളൂ അല്ലേ? ആ അല്ല, നമ്മളുടെ സൈസിനനുസരിച്ച് ഇവർ ചെയ്തു തരും കേട്ടാ. അളവെടുത്തിട്ട് നമ്മുടെ കറക്റ്റ് അളവിനനുസരിച്ച് ചെയ്തു തരും. ഇതൊരു പ്രത്യേക മോഡലായിട്ടുണ്ട് അല്ലേ? കണ്ട അടുത്ത നോക്കിയേ, സ്ലീവ്ലെസ് ആണ്. ഇത് വേറെ മെറ്റീരിയലാട്ടാ. നേരത്തെ കണ്ടതൊക്കെ ജോർജറ്റ് ആയിരുന്നു, ഇത് വേറെ മെറ്റീരിയലാണ്. അറിഞ്ഞില്ല ഇവിടെ എങ്ങനെയുള്ളത്. കാരണം കഴിഞ്ഞ മാസം ഒരു ഗംഭീര കല്യാണം നമ്മുടെ വീട്ടിൽ നടന്നുള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നേനെ. അത് പലരും അറിഞ്ഞു തുടങ്ങണുള്ളൂ. നമ്മുടെ എമ്മോ റോഡിലുള്ള ഷോപ്പ് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയാം. ഭാവന എന്ന് പറയാം. ഇവിടെ ഇങ്ങനെ ഉള്ള അടിപൊളി, അതെ, ഇവിടെ ഇങ്ങനെ തുടങ്ങിക്കുന്നത് ഓരോരുത്തർ അറിഞ്ഞു വരുന്നുള്ളൂ ആൾക്കാർ. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ നമുക്ക് വളരെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കല്യാണങ്ങളൊക്കെ ആകുമ്പോഴേ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള, കുറച്ച് റേറ്റ് കൂടിയാലും നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനം നമ്മൾ അന്വേഷിച്ച് അങ്ങനെ കുറേ നടന്നു. ഞങ്ങൾ അവസാനം കിട്ടിയതെടുത്ത് കല്യാണം കഴിച്ചു. അറിഞ്ഞില്ല. അപ്പൊ ഇനി എന്തായാലും ഇനിയും കല്യാണങ്ങൾ വരുമ്പോ വരാലോ. അതെ, നമുക്ക് ഇത് മാത്രമല്ല, റെഡിമെയ്ഡ്സ് മാത്രമല്ലല്ലോ, നമുക്ക് വേണ്ട രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാനും പറ്റും. ആ സർവീസാണ് മെയിനായിട്ട് ഭാവനയോട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഇപ്പൊ നമ്മൾ കണ്ട കുറച്ച് മോഡലുകൾ ഇനിയിപ്പോൾ ഈ സെക്ഷനിൽ എടുക്കണതൊക്കെ ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള, ഇവിടെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള, ഇവിടെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ചുരിദാറുകൾ ആണ്, നമ്മൾ ടോപ്പുകളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. ഇതിനൊക്കെ എന്ന് പറയണത് ഇതിനൊക്കെ ഒരു 1700 ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയണത്. അത് തൊട്ടിട്ട് അതിൻ്റെ മേലേക്ക് പോവും. അതുമുള്ള വർക്കിനനുസരിച്ചിട്ട് പൈസ കൂടി വരും. അപ്പോൾ അങ്ങനത്തെ ആണ് ഇവിടുത്തെ സെക്ഷൻ. പിന്നെ ഈ ഭാഗം എന്ന് പറയുന്നത് സാധാരണ റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയൽസും ഉണ്ട്, നമുക്ക് റെഡിമെയ്ഡ്സും ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് എന്ന് പറയുന്നത് ഈ വൈറ്റ് സൽവാർസ് ആണ്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 2-3 days ആയിട്ട് വരുന്ന സ്റ്റോക്കുകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഫങ്ഷൻസിന് പറ്റിയ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ, സാധാരണ വെറുതെ ഡെയിലി വേ അങ്ങനത്തെ ഓഫീസ് യൂസിനോ അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള നോർമലായിട്ടുള്ള കുർത്തകളും ഉണ്ട് അല്ലേ? അതിന് പറ്റിയ അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽസും ഉണ്ട്. ഇതൊക്കെ നിറയെ ഹെവി വർക്കുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് മെറ്റീരിയലാ അതോ റെഡിമെയ്ഡ്? ഇതൊക്കെ മെറ്റീരിയൽ അല്ലേ? നമുക്ക് അപ്പുറത്താണ് ഈ സെക്ഷൻ കംപ്ലീറ്റ് മെറ്റീരിയലും, ആ സെക്ഷൻ കംപ്ലീറ്റ് റെഡിമെയ്ഡ്സ്. ഇവിടെ നിന്ന് അങ്ങോട്ട് 2 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കിഡ്സിൻ്റെ സെക്ഷനാണ്. നമ്മളെ കുഞ്ഞു ഉണ്ണികളെയൊക്കെ പ്രസവിച്ച സ്ഥലത്തേക്കൊക്കെ ഇങ്ങനെ കാണാൻ പോവില്ലേ, അപ്പോൾ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ബോക്സുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ചേച്ചി പറഞ്ഞു ഇതിൽ കിഡ്സിൽ വരണത് എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരു ഗേൾ ബേബിയുടെ സെറ്റാണ്. അപ്പോൾ അതിൽ നമുക്കൊരു കുഞ്ഞുടുക്ക് വരും. പിന്നെ അപ്പോൾ നമുക്ക് 2-3 ജോഡിയൊക്കെ സെപ്പറേറ്റ്ലി തിരഞ്ഞെടുക്കണേക്കാളും കുറച്ചുകൂടി ബെറ്ററാണ് നമുക്കിതിൽ ഒരു 4 സെറ്റ്. പിന്നെ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്, മസ്ലിൻ കോട്ടൺ ഒക്കെ ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. ഇതിലൊരു 4 സെറ്റ് ഡെയിലി വെയറിനുള്ള, കുറച്ച് പുറത്തേക്കായാലും പോകുമ്പോൾ ഇടാനുള്ള ഒരു ഡ്രസ്സ് ഉണ്ട്. പിന്നെ അവർക്കൊരു ടർക്കി ടവൽ വരുന്നുണ്ട്, പാൻറ്റീസ്, മിട്ടൻസ്, ബൂട്ടീസ്, അങ്ങനെ അവർക്ക് ഒരു ഫുൾ സെറ്റായിട്ട് അങ്ങനെ വരുന്നു. പിന്നെ ഇത് കൂടാതെ ഇതെന്ന് പറയുന്നത് ബാപ്റ്റിസം സെറ്റാണ്. നമുക്ക് ബാപ്റ്റിസത്തിൻ്റെ ഇപ്പം നമുക്ക് സെപ്പറേറ്റ്ലി തിരഞ്ഞെടുക്കണേക്കാളും ഒത്തിരി നമുക്ക് ഒരു കൊട്ടയിൽ വരണതാണ്. ബാപ്റ്റിസത്തിന് നമുക്ക് ഫസ്റ്റ് ഇടാനുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടൊരു ഡ്രസ്സ് വരുന്നുണ്ട് ബോയ്ക്ക്. ബോയ്ക്കും ഗേളിനും സെപ്പറേറ്റ്ലി ബോക്സ് ഉണ്ട് കേട്ടോ. ഇത് ബേബി ഗേളിൻ്റെ ആണോ? അല്ല, അത് ബോയ്ക്ക് തന്നെ വരണത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത്, വൈറ്റിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിൽ തന്നെ പരിപാടി കഴിഞ്ഞാൽ നമുക്കൊരു സെപ്പറേറ്റ്ലി ഡ്രസ്സ് ഇതിൽ വരുന്നുണ്ട്. ബോയ്ക്ക് അതിനെ പറ്റിയ ഒരു ക്യാപ്പ് ഉണ്ട്, ഒരു ടിയാരോ ക്രൗൺ ഉണ്ട്. അതിലേക്ക് തന്നെ അതിന് മാച്ചായിട്ട് വരുന്ന ഒരു ക്യാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൂട്ടീസ്, മിട്ടൻസ്
നമുക്കിത് ഒന്നും വേണ്ട, എല്ലാം ഫുള്ളും ഈ ഒരു സെറ്റ് വരുന്നുണ്ട്. ഇത് അന്വേഷിച്ച് നടക്കാനും നിൽക്കണ്ട, വാങ്ങാനും നടക്കണ്ട. റേറ്റും കുറവ് തന്നെ. ഇതിപ്പോൾ ഇതിൽ കളറുകൾ എങ്ങനെ വരുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ കളറിൽ തന്നെ നമുക്ക് ഈ ക്യാൻഡിലും ക്രൗണും സെറ്റ് ചെയ്തിട്ട് വരുന്നത്. ഇപ്പോൾ പിങ്ക് ആണ് വെച്ചെങ്കിൽ ആ പിങ്ക് കളറിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. പീച്ച് ആണെന്നുണ്ടെച്ചെങ്കിലും അതുപോലെ തന്നെ വരുന്നത്, ഫുൾ സെറ്റ് ആയത്. അതുപോലെ ഗേൾ ബേബിക്കും നല്ല ഉടുപ്പ് തന്നെ വരുന്നത്. ഒരു ബേബി ഗേളിൻ്റെ ഒരെണ്ണം കാണിച്ചു തരും. ഇതിൽ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് ഫ്രോക്കിൽ ഒരു പീച്ച് കോമ്പിനേഷൻ. അതിപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇങ്ങനെ കളർ കോഡൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഫാമിലിക്ക് മൊത്തം കളർ സെറ്റ് ചെയ്തിടണമെന്നുണ്ട് വെച്ചെങ്കിൽ കുഞ്ഞാവയ്ക്കും ആ ഒരു കളറിൽ വരണം. അത് നമുക്ക് പല കളറിലും വരുന്നുണ്ട്. അതിൻ്റെ മാച്ച് തന്നെ ക്രൗൺ വരുന്നുണ്ട്, ക്രൗൺ മാച്ചിന് വരുന്നുണ്ട്. അതങ്ങനെ ആ ഒരു ഒത്തിരി സമയത്തിന് നമുക്ക് ആ ഒരു ഫങ്ഷൻ നടക്കാൻ വേണ്ടിയിട്ടല്ല, അതിനനുസരിച്ചിട്ട് ക്യാൻഡിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുഞ്ഞാവേനെ എടുക്കാനുള്ള ഒരു ടവല് ക്യാപ്പ് അടക്കം വരുന്നത്. പിന്നെ അവർക്കൊരു പ്രത്യേകത, ഗേൾ ബേബിക്ക് ഒരു ഹെയർ ബാൻഡ് ഇതിൽ കളറിൽ തന്നെ സെറ്റാണ്. പിന്നെ ബൂട്ടീസ്, അതുപോലെ കൈ മിറ്റൻസ്, അവർക്കൊരു പാൻറ്റീസ്, ഒരു സെപ്പറേറ്റിൽ ഒരു ബനിയൻ സ്റ്റഫിൻ്റെ ഒരു ഡ്രസ്സും കൂടി ഉണ്ട്. മൂന്നിൻ്റെ ഒക്കെ താഴെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റാണിത് അല്ലേ? ബാസ്ക്കറ്റ് അടക്കം കിട്ടും. ഇത് അങ്ങനെ കൊട്ടയടക്കം വരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വുഡൻ ബോക്സിൽ ഈ ബാപ്റ്റിസ്റ്റിൽ തന്നെ കുറച്ചും കൂടി വെറൈറ്റി വുഡൻ ബോക്സിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് നല്ല അധികം റേറ്റ് ഒന്നും വരുന്നില്ല, 4 സംതിങ് വരണുള്ളൂ എല്ലാം കൂടിയിട്ട്. ഇതിലും അതുപോലെ ബാസ്ക്കറ്റ് ആവുമ്പോ ഒരു 2,800 തൊട്ടിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ നീല കളറിലൊരു പാർട്ടി വെയർ ഡ്രസ്സ്, അതിൽ നീല കളറിൽ ക്യാൻഡില്, ഇതിൽ ക്രൗണ്, പിന്നെ ഒരു സെപ്പറേറ്റ്ലി ഡ്രസ്സ്, ഒരു ടർക്കി ടവല്, ബോയ്ക്ക് വിത്ത് ക്യാപ്പ്, കാലുമ്പിലും കൈമിലും ബൂട്ടീസും മിട്ടൻസും വരുന്നുണ്ട്. ഈ ബോക്സ് സെറ്റാണത്, വുഡൻ്റെ ബോക്സിൽ ഒരു വെറൈറ്റി. സാധാരണ നമ്മളിങ്ങനെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ പോകുമ്പോൾ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ. കിഡ്സിന്റെ സെക്ഷനിൽ ചെല്ലുമ്പോഴായാലും കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ബാപ്റ്റിസത്തിന്റെ ഇതിന്റെ സെറ്റായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഒരു കൊട്ടയിലും വുഡൻ ബോക്സിലൊക്കെ വന്നിട്ടേ കണ്ടിട്ടില്ല. കുറച്ച് സാധാരണക്കാർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു നമുക്കിങ്ങനെ ബോക്സിൽ വരുന്നുണ്ട്. അത് നമുക്ക് 2ന്റെ താഴെയാ ഈ ഒരു സെറ്റ് വരണത്, സാധാരണ ബോക്സിൽ. അതും ഇത് തന്നെ ഇത്രയും തന്നെ പാറ്റേണുകളാണ് വരണത്. ഇതിൽ നമുക്ക് പല കളറും അവൈലബിൾ ആണ്. ബാസ്ക്കറ്റും വുഡൻ ബോക്സും ഒന്നും അല്ലാന്ന് മാത്രം, ഈ മറ്റേ പേപ്പറിന്റെ തന്നെ പെട്ടിയിലാണ് വരുന്നത് മാത്രം. സാധനങ്ങളൊക്കെ സെയിം, എല്ലാം അതുപോലെ തന്നെ എല്ലാം വരുന്നുണ്ട്. കുറച്ചുകൂടെ റേറ്റ് കുറയും. അപ്പൊ ഈ ബാപ്റ്റിസത്തിന്റെ ഡ്രസ്സുകളുടെ സെറ്റ് 999 സ്റ്റാർട്ടിങ് തൊട്ടിട്ട് 4,500 വരെ. 5ന്റെ താഴെ കണ്ടിട്ട് നമുക്ക് ഉണ്ട്. 5ന്റെ 4ന്റെ കടത്തി വരുന്നത് നമുക്ക് വുഡൻ ബോക്സിലാണ് വരുന്നത്. ഇനി ഇങ്ങനെ ബോക്സിൽ സെറ്റ് ആയിട്ട് വരുന്നത് ആവശ്യമില്ല, സെപ്പറേറ്റ് ആയിട്ട് മതി എന്നുള്ളവർക്കും ഉണ്ട് കേട്ടാ. ഇതിപ്പോ കണ്ട കുറച്ച് ഇത് കുഞ്ഞുണ്ണികൾക്കല്ല ഈ മാമുദീസ ഇത്രയും വലിയ ലെങ്ത് ആയിട്ടുള്ള. അതെന്താന്ന് വെച്ചാല് ഒത്തിരി പേരിപ്പോ ഒന്നുകൂടി തിരഞ്ഞെടുക്കേണ്ടത് എന്താ വെച്ചാല് ബേബി ഗേളിനെ ഇപ്പൊ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രോക്ക് കുട്ടിയെ കഴിഞ്ഞാണെങ്കിലും കുറച്ച് ലെങ്തി ആയിട്ട് ആ ഫ്രോക്ക് ഇടുമ്പോ ഒരു വെറൈറ്റി ലുക്ക് കിട്ടാൻ, അതാണ് അവരുടെ ഒരു ഇഷ്ടപ്പെടാം. അതെ, അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ആയിട്ടുള്ള. അപ്പൊ പിന്നീട് അതിലൊരു ഉപയോഗിക്കാം. ഞാൻ കുട്ടികളുടെയും അതുപോലെ ഉണ്ട് കേട്ടാ. കോട്ട് വേണമെങ്കിൽ കോട്ടായിട്ട് ഇതൊക്കെ ഇങ്ങനെ ഇടിപ്പിക്കുക. എന്തായാലും നല്ല രസമുണ്ടാവും കുഞ്ഞ് സൂട്ട്. കുറച്ചൊരു 9 to 12 month ഒക്കെ വരുമ്പോഴേ കുറച്ചും കൂടി വലിയ കുട്ടിയാണ്, കുറച്ചും കൂടി ഒക്കെ ആയിട്ട് അവർക്ക് അപ്പം അവർക്ക് ഒരു സൂട്ടൊക്കെ ഇട്ട് സെറ്റ് ആവാന്നുള്ളൊരു പ്ലാനിങ് വരുമ്പോൾ നമ്മള് കൊച്ചുങ്ങൾക്ക് അങ്ങനെ സെപ്പറേറ്റിൽ എടുക്കും. അപ്പൊ ക്യാൻഡിലും അങ്ങനെയുള്ള സാധനങ്ങളും അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കിട്ടും, അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ക്യാൻഡിലും ക്രൗണൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ വേറെ മോഡൽ ബോയ്ക്ക് സെപ്പറേറ്റ്ലി ഡ്രസ്സ് വെറൈറ്റി കളറിൽ ബാപ്റ്റിസത്തിന്റെ അല്ലാതെ കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള എല്ലാ തരം ഡ്രസ്സുകളും ഉണ്ട്. ഇതൊരു കുട്ടി ഞാനിവിടെ പാർട്ടി വെയർ ചെറിയ കുട്ടി 0 സൈസ് തൊട്ടിട്ട് ഒരു 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ ഉണ്ട് കേട്ടാ. ബോയ്ക്ക് സൂട്ടുകൾ പല കളറുകളിലും.
ഫസ്റ്റ് ഫ്ലോറിലേക്ക്. ഫസ്റ്റ് ഫ്ലോറിൽ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷെ മെയിനായിട്ട് ഇവിടെ എടുത്ത് കാണിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഹോളി കമ്മ്യൂണിയൻ വരാൻ പോവല്ലേ ഏപ്രിൽ മെയ് മാസത്തിൽ മെയിനായിട്ടും. അപ്പോൾ അതിനുള്ള ഒരു സെക്ഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണിത്. പെൺകുട്ടികൾക്കുള്ളതാണ്. റെഡിമെയ്ഡാണ്. ഫുൾ ഇങ്ങനെ നോർമൽ വർക്കായിട്ട് നമുക്ക് വരുന്നുണ്ട്. മോഡൽ കേട്ടോ. അടുത്ത മോഡൽ ഇത് കുറച്ചുകൂടി ഭംഗിയുണ്ട്. ഇതിനേക്കാൾ ഡ്രസ് ഉണ്ട്. അയ്യോ ഇത് നല്ല ഭംഗിയുണ്ട്. തീർച്ച ക്യാമറ കണ്ടാ, കുഞ്ഞു കുട്ടികൾക്കുള്ളതാണ്. അല്ല, ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുമ്പോ ഒരു എത്ര വയസ്സാ? 10-12 വയസ്സ്, 10-11 വയസ്സ്, 10-11 വയസ്സുള്ള കുട്ടികൾക്കുള്ളതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറെ മോഡലുകൾ ഉണ്ട് കേട്ടാ. ഇതും നല്ല ഭംഗിയുണ്ട്. വേറെ മോഡൽ. ഇത് കുറച്ചുകൂടി സിമ്പിളാട്ടാ. ഇത് ബ്രാൻഡഡ് ഐറ്റാണെന്ന്. അന്ന ജെന്നിഫറിന്റെ ഐറ്റം അത്ര. അതാരാണെന്നൊന്നും എനിക്ക് തുണികളെ കുറിച്ചിട്ട് അറിയുന്നവർക്ക് അറിയുമായിരിക്കും. അതെ, പാച്ച് വർക്ക്. അപ്പോൾ ഈ ഫ്രോക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1500 തൊട്ട് ഒരു 5000 വരയ്ക്ക് ഉള്ള പ്രൈസ് റേഞ്ചിലുള്ള ഫ്രോക്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ 3-4 എണ്ണം എടുത്ത് കാണിച്ചു എന്ന് മാത്രം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ കാണുന്നത് മുഴുവൻ അങ്ങനത്തെ റെഡിമെയ്ഡ് ഫ്രോക്കുകളാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ മെറ്റീരിയൽ ഉണ്ട്. നമുക്കിനി ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ മെറ്റീരിയൽ പലതരം മെറ്റീരിയൽസ് ഉണ്ട്. എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് പാറ്റേണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഡിസൈൻ ചെയ്ത് തയ്ക്കാം. നമുക്കിപ്പോൾ റെഡിമെയ്ഡ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി അഥവാ ഈ മെറ്റീരിയൽ തന്നെ നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പ്ലെയിൻ എടുത്തിട്ട് നമ്മളിതിൽ കുറച്ച് വർക്ക് നമ്മൾ ആഡ് ചെയ്യുക. കസ്റ്റമേഴ്സിൻ്റെ സ്വന്തം റിസ്കിൽ തന്നെ കസ്റ്റമേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അതും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ അതിനുള്ള ചെരുപ്പുകൾ ഉണ്ടെന്ന്. അത് 2 എണ്ണം മാത്രം എടുത്തു എന്ന് മാത്രം കേട്ടാ. ഞാനേ വൈറ്റ് ഇതുപോലത്തെ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായി ചേട്ടനോട്. അപ്പോൾ ചേട്ടൻ പറയാം ഇവിടെ നിന്ന് ഇത് കിട്ടില്ല, ഇത് മറ്റേ ആ ഉടുപ്പ് വാങ്ങിക്കണവർക്ക് അത് കിട്ടുള്ളൂ അത്ര അല്ലേ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇങ്ങനത്തെ കുറെ മോഡലുകളില്ലേ? അടിയിലൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്നതൊക്കെ ഇങ്ങനത്തെ വൈറ്റ് ഷൂസ് ആണ് കേട്ടാ. പിന്നെ ഇവിടെ ഈ ഹോളി കമ്മ്യൂണിയൻ ഇപ്പോൾ അടുത്തായിട്ട് വരാൻ പോകുന്നത് കൊണ്ട്, അതിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇത് നമ്മൾ എടുത്തു പറഞ്ഞതാണ്. പിന്നെ വെഡ്ഡിങ് സെക്ഷൻ്റെ സാധാരണ സാരികളില്ലേ, പട്ടുസാരി അങ്ങനത്തെ, അതും ബ്രൈഡൽ യെസ്. അപ്പോൾ ഇവിടെ ഗേൾസിൻ്റെ, ഇനി ഹോളി കമ്മ്യൂണിയൻ്റെ ബോയ്സിനുള്ള ഡ്രസ്സ് മുകളിലുണ്ട്. ഇനി അന്നത്തെ ദിവസത്തേക്ക് പാരൻസിന് ഇടാനുള്ള ഡ്രസ്സില്ലേ അതവിടെ ഉണ്ട്. അതുപോലെ അതിനുള്ള ക്യാൻഡില്, പിന്നെ ക്യാൻഡിൽസ് ഉണ്ട്, ടിയാര, വെയില്, ഇങ്ങോട്ട് വാ, അതൊക്കെ നമുക്ക് കാണാൻ. ആ വെയില് അല്ലേ, വെയില് തലയിൽ ഡ്രസ്സാണല്ലേ. ഓ ആ അതാണിത്. ഈ വെയിലിന്റെ സെക്ഷനാണിത്. കുറച്ച് ഡിസ്പ്ലേ കിട്ടുന്നുള്ളൂ, ബാക്കി മുഴുവൻ പുറത്തേക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഡിസ്പ്ലേ കുറച്ചാണ് കാണിച്ചിട്ടുള്ളൂ കേട്ടാ. തലയിൽ ഇങ്ങനെ കുത്തി വയ്ക്കുമായിരിക്കും അല്ലേ ഇത്. പിന്നെ ക്യാൻഡിലൊക്കെ അവിടെ, അത് കാണിക്കാം. ഹോളിക്ക് വേണ്ട എല്ലാ ഐറ്റംസുകളും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. സെറ്റ് മൊത്തം ഉണ്ട് നമുക്കിവിടെ. കിയാര, അതുപോലെ ക്യാൻഡില്. ഇത് ക്യാൻഡിലാ? ആ ക്യാൻഡില്. ഓ ശരി, ഞാൻ മറ്റേ ബൊക്കാൻ വിചാരിച്ചു. ശരിയാ, ക്യാൻഡിലാണിത്. ക്യാൻഡില്. പിന്നെ അതുപോലെ തന്നെ അതും ക്യാൻഡിൽ തന്നെ. ക്യാൻഡിലാണ്. നമുക്ക് ഇങ്ങനെ ബൊക്ക കൂടിയിട്ടുള്ള ക്യാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം. അല്ലാത്തതാണെങ്കിൽ നമുക്ക് ബൊക്ക വേണ്ട, നമുക്ക് ഇങ്ങനത്തെ ക്യാൻഡിലാണെങ്കിലും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ തീയാര തലയിൽ ജെൻസ് ആൺകുട്ടികളുടെ ഉണ്ട്, പെൺകുട്ടികളുടെ ഉണ്ട്. ആൺകുട്ടികൾക്കായിട്ടും പെൺകുട്ടികൾക്കായിട്ടും ഫുൾ സെറ്റ് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഹോളിക്ക് ചെരുപ്പ് എല്ലാതും ഉണ്ട്. ആൺകുട്ടികളുടെ ചെരുപ്പ് നമുക്ക് അവിടെ വരുന്നത്, ചെരുപ്പും നമുക്ക് ഇവിടെ കിട്ടും. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഹോളിക്ക് ഇടാവുന്ന പാരൻസിനും കൂടിയിട്ട് അതാണിത് അല്ലേ, പാരൻസിനുള്ള സാരി, അമ്മമാർക്കുള്ള സാരികൾ.
ഇതിനല്ലാണ്ട് പിന്നെ വൈറ്റ് സാരി ഉടുക്കില്ലേ? വൈറ്റ് സാരി നമ്മൾ എടുക്കുന്നവർക്ക് എടുക്കാം, അല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് പേസ്റ്റൽ കളർ നോക്കണമെങ്കിൽ പേസ്റ്റലും വരുന്നുണ്ട്. വൈറ്റ് വേണമെന്നില്ല, അങ്ങനത്തെ കളറുള്ള വേണമെന്നുള്ളവർക്ക് ആ ടൈപ്പ് ഉണ്ട്. പല മെറ്റീരിയലും ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ. നമുക്കിവിടെ വെഡ്ഡിങ് വരുമ്പോൾ കാണിക്കാനായിട്ടുള്ള പാറ്റേൺ ആണ് ഫുള്ള് ഇത്. ഇതിൽ നമുക്ക് പേസ്റ്റൽ കളർ തൊട്ട് ഡാർക്ക് ഷെയ്ഡ് വരെയാണ് നമുക്ക് പട്ട് വരുന്നത്. അതിൽ നമുക്കിപ്പോൾ ഒരു മോഡൽ കാണിച്ചു തരാം. പേസ്റ്റൽ കളറിൽ വർക്ക് വരുന്നത് ഈ മോഡലാണ് കേട്ടോ. പേസ്റ്റലാണ്, ഇതൊരു പേസ്റ്റൽ കളറാണ്. ഇതിൽ വരുന്നത് ഇതിന് മുന്താണി ഇങ്ങനെയാണ്. ഓക്കെ കേട്ടോ, മുന്താണി. ബ്ലൗസ് ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് ഷെയ്ഡിലാണ് വരുന്നത്. ഹിന്ദു അതിലൊക്കെ മോഡലാണ് ഇത് കളറ്. ഹിന്ദു വെഡിങ്ങിന്റെ സാരിക്കൊക്കെ പറ്റിയത്, കെട്ടിനുള്ള സാരിക്ക്. പിന്നെ മന്ത്രകോടി അതിനൊക്കെയും പറ്റുമല്ലോ. വരും 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 വരും. അതിൽ നമുക്ക് പേസ്റ്റലും വരുന്നുണ്ട്, അതിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡും നമുക്ക് വരുന്നുണ്ട്. ഇത് ഇവിടെ ഒരു 5000 തൊട്ട് 40,000 വരെ ഉള്ള പ്രൈസ് റേഞ്ചിലുള്ള സാരികളാണ് ഉള്ളത് കേട്ടോ വെഡിങ് സെക്ഷനിൽ. അതുപോലെ തന്നെ നമുക്ക് റിസപ്ഷന് പറ്റിയ മോഡൽസും നമുക്ക് ഇവിടെ തന്നെയുണ്ട്. ബ്രൈഡലും വരുന്നുണ്ട്. അതിൽ നമുക്ക് പേസ്റ്റലും ഡാർക്കും, അതിൽ നെറ്റ് മോഡൽ വരുന്നുണ്ട്. എത്രയാ നടന്നേന്നറിയും ഇങ്ങനത്തെ സാരി തപ്പിയിട്ട് കല്യാണത്തിന് കഴിഞ്ഞ ജനുവരി മാസത്തിൽ. ഇതിൽ നമുക്ക് ബ്രൈഡൽ ഹെവി ആയിട്ടുണ്ട്, സിമ്പിളും ഉണ്ട്. നമുക്ക് ഈ സാരിയിൽ ഒന്നും ബ്രൈഡൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്യും. അതിൽ നമുക്ക് കുറച്ച് വർക്കുള്ള ടൈപ്പിൽ ബ്രൈഡൽ നമുക്ക് മെറ്റീരിയൽ അവിടെ വരുന്നുണ്ട്, അപ്പുറത്തെ സെക്ഷനിൽ വരുന്നുണ്ട്. കസ്റ്റമൈസ് ചെയ്തതാണ്, അതായത് ഇത് ഇവിടെ തന്നെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ബ്ലൗസുമ്പോൾ നമുക്ക് വർക്കും ഉണ്ട്. ഇനി മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിലും നമ്മൾ ഇവിടെ കസ്റ്റമൈസ് ചെയ്യും കേട്ടോ. ബ്ലൗസ് ഇതെങ്ങനെ വരിക? ഇത് നെക്ക്, ഇത് നെക്ക്, ഇത് കൈ ഭാഗം, ഇത് രണ്ട് കൈയിലെ രണ്ട് സ്ലീവ്, ഇത് നെക്ക്. ഇതൊരു ലൈറ്റ് ഷെയ്ഡ്, ഇതിനതുപോലെ ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇത് അതും ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് തന്നെയാണ്. ഇതും ഇത് ക്രിസ്ത്യൻ ബ്രൈഡലിൻ്റെ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ, ഇതും നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്യണതാണ്. കെട്ടിൻ്റെ പാറ്റേൺ അല്ലേ, വർക്ക് നമ്മളിവിടെ ചെയ്തതാണ്. ഇതിലും നമുക്ക് പല പല മോഡലും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ മെറ്റീരിയൽ കേട്ടോ, ഓർഗൻസ മെറ്റീരിയൽ നെറ്റ് മോഡൽ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രൈഡ്സിനുള്ള ഇതും ബ്രൈഡ് തന്നെ, ക്രിസ്ത്യൻ വെഡിങ്ങിനുള്ളത്. അതെ. കുറച്ച് ഓഫ് വൈറ്റ് ഉള്ളിൽ മൊത്തം നെറ്റ്. ഇത് ബ്ലൗസിന്റെ, ഇത് ബ്ലൗസ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇതാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൽ നമുക്ക് കൈമയ്ക്ക് ബീഡ്സ് വർക്ക് വരുന്നുണ്ട്. ബോഡിക്ക് ഫുള്ള് നമുക്ക് ത്രെഡും ബീഡ്സ് വർക്കും കൂടിയിട്ടാണ് നമുക്കിതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സെക്ഷൻ്റെ അങ്ങനത്തെ പാർട്ടി വെയർ സാരികളാണ് കേട്ടോ. ഒരു 2000 സ്റ്റാർട്ട് ചെയ്യണു. എത്ര വരെ ഉണ്ടാവും? 30,000 വരയ്ക്ക് വരുന്ന പ്രൈസ് റേഞ്ചിലുള്ള സാരികളാണ്. ഇനി ഇതേ ഇവിടെ ഡിസൈനർ മെറ്റീരിയൽ, ഇവിടെ റെഡിമെയ്ഡ് സെക്ഷനിലുള്ള സാരികളൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി ഇതേ ഏത് മോഡലിലുള്ള സാധനങ്ങൾ വേണമെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ ഇതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കട്ട് ചെയ്ത് വാങ്ങി നമ്മുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യാം. ഇനി പിന്നെ ഇവിടെ സെക്ഷൻ എന്ന് പറയുന്നത് ഇന്നറിന്റെ സെക്ഷൻ, ഇന്നർ, ലൈനിങ്, സ്കേർട്ട്, അണ്ടർ സ്കേർട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ. നമുക്കിപ്പോൾ സാരി, അതുപോലെ ഗൗണ്, ലെഹങ്ക, റെഡിമെയ്ഡും ഒന്നും ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് ഇതിന് തന്നെ നോക്കി സെലക്ട് ചെയ്തിട്ട് സാരിക്കും ലെഹങ്കയ്ക്കും ഗൗണും നമുക്ക് ഇതിന് തന്നെ നോക്കി സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ 2ാം നിലയിലേക്ക് കയറാണ്. ഈ ഫ്ലോറിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ കണ്ണുടക്കിയത് ഈ ലെഹങ്കയിലാണ്. ലെഹങ്ക എന്നല്ലേ എൻ്റെ പേര്? അതെ. ഈ ലാച്ചിൻ ലെഹങ്കയൊക്കെ ഒന്നാണോ? അപ്പൊ പേരിൽ പറയണമെന്നുള്ളൂ അല്ലേ? ഇത് ഇവിടെ തന്നെ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ബ്ലൗസ് നോക്കിയേ, ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ. ₹35,500 ഇതിൻ്റെ റേറ്റ്. പക്ഷെ എനിക്കിത് അത് അത്ര വലുതായിട്ട് തോന്നിയില്ല കേട്ടോ. ഇത് ഹസ്ന, ഇവിടുത്തെ ഡിസൈനിങ് ടീമിലത്തെ ഒരാളാണ്. ഹസ്നയാണോ അത് ഡിസൈൻ ചെയ്തത്?
നമ്മളെല്ലാരും കൂടിയിട്ടാണ് ഡിസൈൻസ് എല്ലാം ചെയ്യാം. ഒരാൾ ഒറ്റയ്ക്കായിരിക്കില്ല, എല്ലാവരുടെയും ഐഡിയാസ് ഉണ്ടാവും. ഉണ്ടാവില്ല. ഇതിപ്പോ ഇത്രയും ഭയങ്കര ഹൈറ്റ് ഉള്ളവർക്കല്ലേ പറ്റുള്ളൂ? അല്ല, ഇത് നമ്മുടെ ചെയ്തപ്പോഴുള്ളൊരു നമ്മുടെ അളവിനനുസരിച്ച് ചെയ്യും. നമ്മളിപ്പോൾ ഇത് ചെയ്തേക്കുന്ന നമ്മൾ ഒരു നോർമൽ ഒരു 5 to 5'3" ആ ഒരു ഹൈറ്റ് ഒക്കെ ഉള്ള ഒരാളുടെ മെഷർമെന്റിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ അളവിന് അവർ ചെയ്തു തരും അല്ലേ? അതെ, നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട്. ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലും നമുക്ക് അതുപോലെ അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തിയിട്ട് ചെയ്യാം. ഇതേ കളർ കോമ്പിനേഷൻ, അതായത് പീച്ച് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു സാരി ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ഇവിടെ ചെയ്തത് തന്നെയാണ്. ഇതിൻ്റെ ബ്ലൗസ് കണ്ട, അതുപോലെ ബ്ലൗസിൻ്റെ നെക്ക്, ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗത്താണ് കൂടുതൽ വർക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പം നമ്മളിതൊരു കളക്ഷനായിട്ട് ചെയ്തേക്കുന്നതാണ്. നമ്മുടെ 2025 പാൻറ്റോൺ കളറായിട്ടുള്ള മോക്ക മോസ് എന്നുള്ള ഷെയ്ഡിൽ നമ്മൾ ഒരു 9 ഔട്ട്ഫിറ്റ്സാണ് ചെയ്തേക്കുന്നത്. അതിൽ നമ്മൾ പല കളറായിട്ടുണ്ട്, പച്ച, മഞ്ഞ, നീല. ഞാൻ ഈ കളറിനെ നേരത്തെ പറഞ്ഞത് പീച്ച് കളറിനാണ്. അപ്പം ഇതിൻ്റെ കളറാണ് ഇപ്പം ഈ പറഞ്ഞു കേട്ടത്. എന്തിട്ടാണ്? മോക്ക മോസ്. മോക്ക മോസ് എന്നാണ് ഈ കളറിൻ്റെ പേര്. അതാണ് ഈ കളർ ഓഫ് ദി ഇയർ ആയിട്ട് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന കളർ. ഇതാണ് ഇത്ര ഈ വർഷത്തെ മോക്ക മോസ്. അപ്പം അതിൽ ഈ കളറിൽ ഇവർ എത്ര 9 ഡ്രസ്സുകളാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിലത്തെ ഒരെണ്ണമാണ് ഇത് നമ്മൾ കണ്ടത്, ഒരെണ്ണമാണ് ആ സാരി. പിന്നെ ഇവിടെ കാണാം നമ്മൾ കുറച്ച് വെറൈറ്റി കളക്ഷനായിട്ട് ചെയ്ത ഇത് നമ്മളൊരു ബ്ലേസർ സെറ്റ്, കുറച്ചൊരു ഫോർമൽ എന്ന ഒരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യും ലേഡീസിൻ്റെ ആണ് കേട്ടത്. പിന്നെ ഇതിൽ വരുന്നൊരു ഗൗണാണിത്. നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൗണാണ്. ഇത് ഇതിൻ്റെ തന്നെ ഒരു സിമ്പിളായിട്ട് വരുന്ന ഗൗൺ തന്നെയാണ്. ഒരു ബ്രൈഡൽ ഷവർ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന. ഇത് കൈയാണ്. വല്ല ഭക്ഷണം കഴിക്കണമെങ്കിലൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ഓട്ടയുണ്ട്. ഓട്ടയുണ്ടാ? ഇവിടെ ഒരു ഓട്ടയുണ്ട്. 3/4 വരുള്ളൂ. സിമ്പിൾ ഗൗണാണിത് എന്ന് നമുക്ക് തോന്നും കാണുമ്പോൾ. എന്നാൽ അത്ര സിമ്പിൾ അല്ല. നെക്കിൻ്റെ ഡിസൈനും പാറ്റേണൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനത്തെ ഒരു സ്ലീവ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? നിലം മുട്ടുന്ന സ്ലീവ്. പക്ഷേ സ്ലീവിൻ്റെ ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. ശരിക്കും 3/4 ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലിറ്റാ. വേണ്ട, ഒരു പ്രത്യേക മോഡൽ ഗൗൺ. പിന്നെ ഇതൊരു സെറ്റാണ്. ഇതൊരു പലാസോ ഒരു ചെറിയൊരു ടോപ്പ് വരുന്ന ഒരു സെറ്റാണ്. നമ്മൾ ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് പലാസോ ആണ്. അതിൻ്റെ ടോപ്പാണ് ഇട്ടത്. അതിൻ്റെ പലാസോ ആയിട്ട് വരും. പലാസോ. ഇതൊരു ജംപ് സ്യൂട്ടാണ്. എന്തൊക്കെ മോഡൽ ഡ്രസ്സുകളാണ് ഇത് കഴുത്തിലേക്ക് വരും. സ്ലീവിൻ്റെ അവിടെ നിന്ന് കഴുത്തിലേക്ക് ഇങ്ങനെ ഒരു ഇതായിട്ട് വരും. മാലയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കഴുത്തിലേക്ക് വരും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈ വരും. കൈ ഇങ്ങനെ ഇവിടെ വരെ വരും. എന്നിട്ട് ഇത് ഇട്ട് ആരൊക്കെയും കണ്ടാലും നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും അറിയുള്ളൂ. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്കേർട്ട്. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ വിചാരിച്ചത് ഒരു ഫ്രോക്കാണെന്ന് വിചാരിച്ചത്. അല്ല, ഇതൊരു സ്കേർട്ടാണ്. ഇതൊരു സ്കേർട്ട്, അതിൻ്റെ ടോപ്പ്. മോക്ക മൂസ് എന്ന് പറഞ്ഞ കളറിലുള്ള ഒരു 8-9 തരം ഡ്രസ്സുകളാണ് പല തരത്തിൽ ഇവരുടെ ടീം ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള, ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ 9 നമ്മൾ കണ്ടു. 10ാമത് അഭിജിത്ത് ഇട്ടിട്ടുണ്ട് കളർ. ഈ വർഷത്തെ കളറ് ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇന്ന് കരുതി കൂട്ടിയിട്ട് വന്നേക്കാണ് അല്ലേ, ഷൂട്ട് ചെയ്യണ കാരണം. ഞാൻ വെറുതെ പറഞ്ഞാട്ടെ, അത് ആളുടെ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്നതാണ്, അല്ലാണ്ട് ഇവിടെ എന്തല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഓർണമെന്റ്സിന്റെ സെക്ഷൻ ഉണ്ട്. ഇവിടെ ഇതെല്ലാം ലെഹങ്ക ആയാലും ഈ ബ്രൈഡൽസിന്റെ ലെഹങ്ക അങ്ങനത്തെ ഗൗൺ ആയാലും എല്ലാം തന്നെ റെന്റിനും കിട്ടും. ഇവിടെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട, അന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രം മതി എന്നുണ്ടെങ്കിൽ റെന്റിനും കിട്ടും. ഇവിടെ കല്യാണ പെണ്ണുങ്ങൾക്കുള്ള ചെരുപ്പ് ഭംഗിയില്ലേ? എന്തേ കല്യാണ പെണ്ണുങ്ങൾ മാത്രം ഇടാൻ പാടുള്ളതൊന്നുമില്ല, അല്ലാത്തവർക്ക് ഇതൊക്കെ ചെയ്യാം. ചേട്ടന് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല. ഇങ്ങനത്തെ ഭയങ്കര തിളക്കുള്ള ടൈപ്പ് സാധനങ്ങളൊന്നും ചേട്ടന് ഇഷ്ടമല്ല. പിന്നെ ഈ കമ്മലുകൾ, ഇനി നമ്മൾ വന്നിരിക്കുന്ന ഈ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ
സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ലെഹങ്കാസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അളവിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അമ്മേ എന്തിട്ട സാധനം. ഇതിവിടെ റെന്റിനും ഉണ്ട് കേട്ടാ, സെയിലും ഉണ്ട് റെന്റും ഉണ്ട് അല്ലേ? അല്ലേ? ഇത് ബ്ലൗസാണ്, പാവാട സെമിയാണ് വരുന്നത്. ഇത് 10 താഴെയാണ് വരുന്ന റേറ്റ്. അത്ര വരുന്നുള്ളൂ? ഞാൻ ഇത്ര അധികം വർക്കാണ്ട് ഒരു 19,000 രൂപ ഉണ്ടാവും വിചാരിച്ചില്ലേ. 10 താഴെ വരുന്നുള്ളൂ റേറ്റ്. ഷോള് ഫുള്ള് വർക്കാണ് വരുന്നത്. നല്ല കളറാട്ടോ, വേണേ മേടിച്ചു. കല്യാണ പെണ്ണ് നല്ലത് ആവശ്യമുള്ളൂ. നീടോ ഇത്ര ഉള്ളോ? പിന്നീന്നൊരു വിറയിൽ വരുന്നു. അടുത്തായിട്ട് കല്യാണ ചെക്കന്മാർക്കുള്ള ഡ്രസ്സുകളുടെ സെക്ഷനിലേക്ക് വന്നിട്ടുള്ള കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ കോട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 3 ടൈപ്പ് നമുക്ക് വേണമെങ്കിൽ കാറ്റഗറി ആയിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. ജസ്റ്റ് ഇപ്പോൾ ഇതൊക്കെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കുകളില്ലാത്ത സിമ്പിളായിട്ടുള്ളതാണ്. അതായത് പ്ലെയിൻ ആയിരിക്കും. ഇതിപ്പോൾ ഓഫീസ് യൂസിന് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ കല്യാണങ്ങൾക്ക് നമ്മുടെ റിലേറ്റീവ്സ്, ബ്രദേഴ്സ് അവരൊക്കെ കൊണ്ടുപോകല്ലോ ഒരേപോലത്തെ കളറുകൾ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിനാണ് ഇപ്പോൾ കൂടുതലും ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി കളേഴ്സുകൾ നമുക്കങ്ങനെ ഇതിലുണ്ട്. അതിലിപ്പോൾ ചില കളറുകൾ വളരെയധികം കൂടുതൽ പോകുന്ന കളറുകളുണ്ട്. ഇപ്പോൾ ബ്ലാക്ക്, നേവി ബ്ലൂ, അതുപോലെ ഡാർക്ക് ഷെയ്ഡുകൾ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ മൂവിങ് ഉള്ളതാണ്. പിന്നെ അതുപോലെ കോളേജുകൾ, ഫംഗ്ഷന് അതിനൊക്കെ ഒത്തിരി യൂസേജ് ഉള്ളതാണ് ഇത്. കോളേജിൽ ഫംഗ്ഷനൊക്കെ ഇങ്ങനത്തെ ചിലവർ കൊണ്ടുപോകാറുണ്ട്. അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇത് നമുക്ക് കോട്ടിൽ വരുന്ന 3 പീസാണ്. അതായത് ഈ ബ്ലേസർ, വെസ്റ്റ് കോട്ട്, പാൻറ്റ്. അപ്പോൾ കോളേജിൽ അവർ ഫെയർവെല്ല് അങ്ങനെയൊക്കെ പരിപാടികൾക്ക് വരുമ്പോൾ ചിലപ്പോൾ ബ്ലേസർ മാത്രമായിട്ട് കൊണ്ടുപോകാറുണ്ട്. ചിലവർ ഈ കോട്ടും ഇത് സെറ്റാണ് ആക്ച്വലി. നമുക്ക് ഇതിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ സിംഗിൾ പീസായിട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ ചിലപ്പോൾ പാൻറ്റും കോട്ടും മാത്രമായിട്ട് കൊണ്ടുപോകാറുണ്ട് ഇതിൽ. പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് ജോധ്പൂരി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയാണ്. അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് നെഹ്റു കോട്ട് അതുപോലെ പറഞ്ഞിരുന്നൊരിതാണ്. മറ്റേ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ കവേഡല്ല, ഇതാകുമ്പോൾ ഫുൾ കവേഡാണ്. ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു ഇത്. ഇതിൽ അധികം വർക്കുകൾ ഉണ്ടാവില്ല. ഇതൊക്കെ ഇത് നോർമൽ കാറ്റഗറി ആയ കാരണമാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഹെവി വർക്കുകൾ വേറെ ഉണ്ട്. ഇതിൻ്റെ തന്നെ ഇങ്ങനെ കളേഴ്സ് ഉണ്ട് പ്ലെയിൻ ആയിട്ട്. ഓൾമോസ്റ്റ് ഇതൊക്കെ കിടക്കുന്നത് ഈ കാറ്റഗറിയിൽ കിടന്നതാണ്. അതിൽ തന്നെ പ്ലെയിൻ ആയിട്ടും വരുന്നുണ്ട് കേട്ടോ. തീരെ വർക്കൊന്നും വരാതെ ചിലവർക്ക് വളരെ സിമ്പിളായിട്ട് മതിയാവും. അപ്പോൾ അവർക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ട് വർക്കില്ല, ജസ്റ്റ് എന്നാൽ ഒരു സ്റ്റാൻഡേർഡ് ഇതാണ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ കല്യാണ ചെക്കന്മാർ നേരത്തെ പറഞ്ഞല്ലോ, അതിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും നമുക്ക് ഇപ്പുറത്ത് പ്രീമിയം കാറ്റഗറിയിൽ നമ്മൾ കുറേ തിരിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ജോധ്പൂരിയുടെ പ്രീമിയം ഐറ്റംസാണ് ഇതൊക്കെ. ഇതിപ്പോൾ അതിൻ്റെ പല കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ജസ്റ്റ് ഒരു 3 കളർ ഇട്ടു എന്ന് മാത്രം. ബ്ലാക്കിനാവും കൂടുതൽ അതെ ഡിമാൻഡ് അല്ലേ? ബ്ലാക്കാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക നമുക്ക്. അതിപ്പോൾ ജോധ്പൂരി എന്നല്ല, ഇപ്പോൾ ഷൂട്ടിലായാലും ബ്ലാക്കിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേവി ബ്ലൂ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് എപ്പോഴും കൂടുതൽ. ഇപ്പം ഇതിൽ തന്നെ ഈ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കുകളാണ് ഇതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ചെറിയ ബീഡ് വർക്കുകൾ. പിന്നെ വേറൊരു പാറ്റേൺ ആണ് ഇത്. 2 സെക്ഷനായിട്ട് കിടക്കും. അത് ഫുള്ള് ക്ലോസ്ഡ് ആണ്. ഇതിങ്ങനെ 2 പാറ്റേൺ ആയിട്ട് കിടക്കും. അതിൻ്റെ സം കളേഴ്സാണ് ഈ വരുന്നത് ഫുള്ള്. ഇതിൽ ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, അതേപോലെ ഡാർക്ക് ഷെയ്ഡുകളും ഉണ്ട്. ഇത് നമ്മൾ ഇത്ര നേരം കണ്ടത് ജോധ്പൂരിയാണ്. ഇത് നമ്മുടെ സ്യൂട്ടിൻ്റെ ഒരു സെക്ഷനാണ്. ഇത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് തന്നെയാണ് നമ്മുടെ എപ്പോഴും ഫേവറേറ്റ്. അത് കാരണം ബ്ലാക്ക് തന്നെയാണ് ആദ്യം വെച്ചത്. ഒരു 3 ഡാർക്ക് ഷെയ്ഡ് വെറുതെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഡാർക്ക് ഷെയ്ഡുകൾക്കാണ് എപ്പോഴും നമുക്ക് കൂടുതൽ ആളുകളുടെ എൻക്വയറിയും കൂടുതൽ കൊണ്ടുപോകുന്നത്. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. കോട്ട്, വേസ്റ്റ് കോട്ട്, പാൻറ്റ്, പിന്നെ ബോ
ചിലതിലത് ടൈ ആയിരിക്കാം, ബോയ് ആയിരിക്കാം. അതങ്ങനെ മാറി മാറി വരും. ഇതിനാണ് പാറ്റേൺ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ. ഇതിലും നമുക്ക് ഇത്രയധികം കളക്ഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. ഡാർക്ക് ഷെയ്ഡുകളും ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ്. ആ എന്താ വെച്ച് കഴിഞ്ഞാൽ ജെൻസിൻ്റെ എപ്പോഴും സൈഡിലൊരു വർക്ക് എന്തെങ്കിലും വേണം പ്രീമിയത്തിൽ. അത് ഹെവി വർക്കുകളല്ല, വൺ സൈഡ് വർക്കാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ പെൺകുട്ടികളുടെ വർക്കിൽ എന്തായാലും ഒരുപാട് ബീഡ്സ് വർക്കും ഒത്തിരി ഉണ്ടാവും. അപ്പോൾ തീരെ പ്ലെയിൻ ആയി കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത പോലെ. അപ്പോൾ അതൊന്ന് കവർ ചെയ്യാനാണ് ഇതിലെപ്പോഴും സൈഡ് വർക്ക് കൂടുതൽ വരുന്നത്. ഇതൊക്കെ ഫുള്ള് അതിൻ്റെ കളക്ഷൻ ആയിട്ട് ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ്, അങ്ങനെ പല ഇതിൽ നമ്മൾ ഡിഫറെൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ കാണിച്ച കോട്ടുകളില്ല, എല്ലാം റെൻ്റലാണ് കേട്ടോ. എല്ലാം നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് വാടകയ്ക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ കുടകൾ ഞാൻ ഒരിടത്ത് നിർത്താൻ പോവാണ്. ഇതും റെൻ്റലാണ് കേട്ടോ. നമ്മളുടെ ഡ്രസ്സിന് മാച്ചാവുന്ന കളറിലുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ഇപ്പം കുട കണ്ടില്ലേ, ഇനി ഇതുപോലെ നോക്കി ഓരോ ബോക്സുകളൊക്കെ ഈ മന്ത്രകോടിയൊക്കെ വെച്ചിട്ട് കൊടുക്കാനായിട്ടുള്ള ബോക്സുകൾ, ബാസ്ക്കറ്റൊക്കെ. ഇത് ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റാണ്. നമ്മുടെ ക്രിസ്ത്യൻ ഇതിലാണ് നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. ഓർണമെന്റ്സ് വെക്കുക, 2 റിങ്സ്, പിന്നെ താലി, അങ്ങനെ വെക്കുന്നത്. ഇതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഇത് അത് മാത്രമായിട്ട് ചെയ്യുന്നത്. ചിലവർ നമുക്കിത് 2 ഇതായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിലാണെങ്കിൽ മന്ത്രകോടി കൊണ്ട് വെക്കല്, ഇതിൽ ഓർണമെന്റ്സ് വെക്കില്ല. അങ്ങനെ സെറ്റായിട്ടും കൊണ്ടുപോകുന്നുണ്ട്. അതിനുള്ളതാണ് ഇത്. അതുപോലെ വേറെ ബാസ്ക്കറ്റ് ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് ഒത്തിരി അതിന്റെ ഡിസൈൻസ് ഉണ്ട് അതിൽ. ഇത് കുറച്ചുകൂടെ റേഞ്ച് കൂടും, വുഡിന്റെ കുറച്ചുകൂടെ പൈസ കൂടും അല്ലേ? പൈസക്ക് വലിയ വ്യത്യാസമൊന്നും വരുന്നൊന്നുമില്ല. നമുക്ക് പൈസയല്ല വലുത്. ഇതിൽ സാരി വെക്കാം, ഇതിൽ ഓർണമെന്റ്സ് വെക്കാം. ഇതൊന്നല്ലാണ്ട് ഇത് ഗ്ലാസ് ടൈപ്പും ഉണ്ട്. ഇതൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ളത് മതി. അങ്ങനെ ഇതിങ്ങനെ ബാസ്ക്കറ്റിന്റെ ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന വേറൊരു പ്രൊഡക്റ്റാണ് നമുക്ക് സാരി ഹാങ്കർ. അല്ല, ബാസ്ക്കറ്റിൽ 1-2 സാധനം കൂടി വേറെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഹാങ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് കൊടുക്കാം. അത് നോർമലായിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്ന ടൈപ്പ് ഓവൽ ഷേപ്പിലുള്ള ബാസ്ക്കറ്റ് ഇങ്ങനത്തെ. ഇത് സാരി ഹാങ്കർ. പണ്ട് നമ്മൾ കല്യാണത്തിന് മന്ത്രകോടി കയ്യിലാണ് ഇട്ടിരുന്നത്. തലേമിട്ടിട്ട് പിന്നെ പുറത്തിറങ്ങുമ്പോ കയ്യിലിട്ടിരുന്നു. അതിന് പകരം ഇപ്പോ ഇത് കയ്യിൽ വെച്ചിട്ട് സാരി ഇതിൽ കയ്യിൽ ഹാങ് ചെയ്ത് വെക്കുന്നൊരു ഇതാണ്. അതിൻ്റെ കുറേ ടൈപ്പ് ചെയ്തിട്ട് പിടിക്കാം. നമ്മുടെ ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കൊക്കെ ഒരു കാഴ്ച സമർപ്പണം എന്ന് പറഞ്ഞിട്ടൊരു ഇത് വരാറുണ്ട്. നമ്മളൊരു 12 പേര് 10 പേര് 6 പേര് നിന്നിട്ട് കാഴ്ച സമർപ്പണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനുള്ള ചെറിയ ബാസ്ക്കറ്റാണ്. അതിങ്ങനെ 1-2 ടൈപ്പ് നമുക്ക് ഉണ്ട് ഇവിടെ. അതും റെന്റിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കോട്ട് ജോധ്പൂരിയൊക്കെ പോലെ തന്നെ പിന്നെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഇൻഡോ വെസ്റ്റേൺ ഷെർവാണി എന്നൊക്കെ പറയും. ഇപ്പോൾ ക്രിസ്ത്യനൊക്കെ ആണെങ്കിൽ അവർക്കിപ്പോൾ മനസ്സമ്മതം ഉണ്ട്, കല്യാണം ഉണ്ട്. അപ്പോൾ ക്രിസ്ത്യൻസ് ഓൾറെഡി ചിലപ്പോൾ മിക്കപ്പോഴും കല്യാണത്തിന് സൂട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ അവർക്കൊരു ഓപ്ഷൻ മനസ്സമ്മതത്തിന് ഇൻഡോ വെസ്റ്റേൺ ആണ്. അതിൻ്റെ നമുക്ക് പല വ്യത്യസ്ത കളറുകളും വ്യത്യസ്ത ഡിസൈനുകളുള്ള ഒത്തിരി മോഡലുകളുണ്ട്. പ്രീമിയം കാറ്റഗറി ഉണ്ട്, നോർമൽ കാറ്റഗറി ഉണ്ട്. ഇത് നമ്മുടെ ഒരു സിമ്പിളായിട്ട് വരുന്ന ഇൻഡോ വെസ്റ്റേണിൻ്റെ ഒരു മാതൃകയാണ്. അത് കളർ വൈസ് വരുന്ന വ്യത്യാസങ്ങളാണിത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രീമിയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. വെറൈറ്റി ഒരു ഇതാണ്, പേരും വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ കളർ പല കളറുകളുള്ള ഒരു ടൈപ്പാണ്. ഇതിൻ്റെ പേര് തന്നെ തല്ലുമാല എന്നാണ്. ഞങ്ങൾ തന്നെ ഇട്ടൊരു പേരാണ് കേട്ടോ. മൂവിയിലത്തെ ചെറിയ സീക്വൻസ് ഉണ്ട് ഇതിനകത്ത്, പക്ഷെ എന്നാലും നമ്മളത് വെച്ചിട്ടല്ല, മൊത്തം ഒരു കളർഫുള്ളും എല്ലാ കളറും കൂടി ഒരു മിക്സ് ആണല്ലോ. അപ്പോൾ തല്ലുമാല എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര് ആക്ച്വലി. ഇനി വരുന്നത് നമ്മുടെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതൊക്കെ ഇതിൻ്റെ കളക്ഷനാണ്. ഇതിൽ ഈ വൈറ്റൊക്കെ നമ്മുടെ ഇവിടെ 1-2 സെലിബ്രിറ്റീസൊക്കെ വന്ന് എടുത്തിട്ടുള്ളൊരു സ്പെഷ്യൽ കളറാണ് കേട്ടോ. 1-2 പ്രോഗ്രാമിൽ സെലിബ്രിറ്റീസ് ഇത് കൊണ്ടുപോയിട്ടുള്ളതാണ് ഈ വൈറ്റ്. അതുപോലെ ഈ ബ്ലാക്ക്, ഇതിലും ബ്ലാക്കിന് തന്നെയാണ് കൂടുതലും ആളുകളുടെ ഡിമാൻഡ് കൂടുതലുള്ളത്. ഇതേപോലെ തന്നെ ബ്ലാക്കിൽ വരുന്നത് നമുക്ക് കുട്ടികളുടെ, അതായത് 1 വയസ്സ് മുതലുള്ള കുട്ടികളുടെ കോട്ടും നമുക്ക് റെൻറ്റിൽ അവൈലബിൾ ആണ്. 1 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. ജസ്റ്റ് ഒരു കളർ എടുത്തു എന്ന് മാത്രം. ബ്ലാക്ക് തന്നെ ഇപ്പോഴും നമുക്ക് ഉള്ള കാരണം. ഇതും അതുപോലെ തന്നെ വലിയവരെ പോലെ തന്നെ ബ്ലാക്കിലുണ്ട്.
നമുക്ക് കോട്ട്, വേസ്റ്റ് കോട്ട്, പാൻറ്റ്, അങ്ങനെയാണ് ബ്ലാക്കിൽ വരുന്നത്. ഈ സൈസ് മുതൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികളുടെ 12 സൈസ് വരെ ഇവിടെ ഉണ്ട് നമുക്ക്. നമ്മൾ താഴെ പെൺകുട്ടികളുടെ ഹോളി കമ്മ്യൂണിയൻ്റെ ഡ്രസ്സുകൾ കണ്ടില്ലേ, ഫ്രോക്ക്, വൈറ്റ് ഫ്രോക്ക്. ഇവിടെ ആൺകുട്ടികൾക്കുള്ളത് ഇവിടെയാണ്. അതായത് ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടും, പിന്നെ അവർക്കുള്ള ചെരുപ്പ്, അവർക്കുള്ള ഷൂ, അതൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇതൊക്കെ അതിൽ വരുന്ന നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ്റെ ഇതിൽ വരുന്ന ജെൻസിൻ്റെ അല്ലാതെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് എല്ലാതും എടുത്തിട്ട് പോവുക. പിന്നെ ഷർട്ട് റെഡിമെയ്ഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ ഉണ്ട് അതിൻ്റെ, നമ്മുടെ അളവിന് തയ്പ്പിക്കാം. അതിലിപ്പോൾ ഹോളി കമ്മ്യൂണിയൻ ആണെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ ഷർട്ട് റെഡിമെയ്ഡ് ഉണ്ട്, വലിയവരുടെ റെഡിമെയ്ഡ് ഉണ്ട്. ഇനിയിപ്പോൾ അതിൽ ചിലവർക്ക് സൈസ് കിട്ടാത്തതുണ്ടാവും. അപ്പോൾ വൈറ്റ് ആണെങ്കിലും ഏത് കളേഴ്സ് ആണെങ്കിലും നമുക്ക് റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിപ്പോൾ സാധാരണ കോട്ടൺ മുതൽ ലിനൻ്റെ വരെ നമുക്ക് മെറ്റീരിയൽ ഉണ്ട്. ഇപ്പോൾ കല്യാണത്തിനോടനുബന്ധിച്ചുള്ള ഷൂസുകൾ എപ്പോഴും ഗ്ലോസി ടൈപ്പുകൾക്കാണ് കൂടുതലും ആളുകൾ വരാം. അതിൻ്റെ ഇപ്പോൾ ബ്ലാക്ക്, ബ്രൗൺ അങ്ങനത്തെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഓൾറെഡി ഉണ്ട് കല്യാണത്തിൻ്റെ യൂസേജ്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻഡോ വെസ്റ്റേൺ ഷെർവാണി, അതിന് ശരിക്ക് പോവുക ഇങ്ങനത്തെ ചെരുപ്പുകളാണ് നമുക്ക് ഓൾറെഡി പോവുക. ഇതും നമുക്കിവിടെ സെയിലിന് അവൈലബിൾ ആണ്. പല കളേഴ്സ് ഉണ്ട്, റെഡ് ഉണ്ട്, ക്രീം ഉണ്ട്, അങ്ങനെ ഒത്തിരി കളേഴ്സ് ഓൾറെഡി ഉണ്ട് നമുക്കിത് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓഫർ നിലനിൽക്കുന്നുണ്ട് ഓൾറെഡി. ഈ സെക്ഷനിൽ കാണുന്നത് കോംബോ ഓഫറാണ്. 3 പ്രൊഡക്റ്റ്, അതായത് നമുക്കിപ്പോൾ ഇതിൽ പാൻറ്റ്, അതുപോലെ തന്നെ ടീഷർട്ട്, ഷർട്ട്, ഈ 3 പ്രൊഡക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു കോംബോ ഓഫറായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് 30% നമ്മളതിന് ഓഫർ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കുറച്ച് ബ്രാൻഡഡ് ഷർട്ടുകളാണ്, അതിൽ നമ്മൾ 30% ഓഫർ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അത് നല്ല കമ്പനീസിൻ്റെ ഒക്കെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു 1000-ൻ്റെ വിലയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കൊരു 700 രൂപയ്ക്കൊക്കെ ഓൾറെഡി കിട്ടും. അത് ബ്രാൻഡഡ് നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടുകൾ തന്നെയാണ്. നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോവാണ് കേട്ടോ. അവിടെയാണ് ഡിസൈനിങ്, സ്റ്റിച്ചിങ്, പിന്നെ മറ്റേ ഹാൻഡ് വർക്ക്, അതൊക്കെ ഒന്ന് കാണാം. ഏറ്റവും മുകളിലത്തെ നിലയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ വിസ്മയിച്ചു പോകുന്ന പല ഡിസൈനുകൾ എങ്ങനെയാണ് വന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഹാൻഡ് വർക്ക് വരുന്ന ഡ്രസ്സുകൾക്ക് ഇത്രയും വില വരുന്നതെന്നുള്ളത് നമുക്കിവിടെ കുറച്ച് സമയം നിന്നാൽ മനസ്സിലാവും. ഇവരെത്രയോ സൂക്ഷ്മതയോടുകൂടി എത്ര ദിവസത്തെ ഇവരുടെ അധ്വാനമാണെന്നറിയോ ഒരു ഡ്രസ്സ് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ ഇതായിട്ട് വരുന്നത്. കണ്ടവരിന്ന് ചെയ്യണത് ഓരോരുത്തരും അവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസൈൻ ഇവിടെ ഇതെല്ലാം ഡിസൈൻ ഈ ഹാൻഡ് വർക്ക് ചെയ്യലാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഡിസൈൻ ചെയ്യലാണ്. ഡിസൈൻ ചെയ്യലാണ് ആദ്യത്തെ പരിപാടി. ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊക്കെ വരച്ച് ഇവരിവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ ഇരുന്നിട്ട് അത് ഹാൻഡ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യലാണ് ഇവിടെ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല, കാരണം തൽക്കാലം നമുക്ക് ഫങ്ഷൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ കല്യാണങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കുന്ന ഒരു ആയിരിക്കും ഭാവന വെഡ്ഡിങ്സ്. അപ്പം ഞങ്ങൾ പോണേൽ മുന്നായിട്ട് നമുക്ക് ഈ ഭാവന വെഡ്ഡിങ്സിൻ്റെ MD-നെയും വൈഫിനെയും പരിചയപ്പെടാം. ഇതാണ് സെബിൻ ബേബി. സെബിൻ ബേബി എന്നല്ലേ പേര്? നമ്മുടെ അയലോക്കാരൻ തന്നെയാണ് കേട്ടോ. ഒല്ലൂക്കാരാണെന്ന് ഇവരൊക്കെ. പിന്നെ വൈഫ് അഞ്ജു മാം. എന്താണ് അപ്പോൾ ഇവിടെ പറയാനുള്ളത്? അപ്പോൾ ഞങ്ങൾ 50 വർഷമായിട്ട് ഇവിടെ തൃശ്ശൂർ എമ്മൂരിൽ നമ്മുടെ സ്ഥാപനമുണ്ട്, ഭാവന ടെക്സ്റ്റൈൽസ് എന്നുള്ള പേരിൽ. അവിടെ നമ്മൾ ഹോളി കമ്മ്യൂണിൻ്റെ ഡ്രസ്സുകളൊക്കെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ അതോടൊപ്പം തന്നെ ഈ 50-ാം വർഷത്തിൽ ഇപ്പോൾ 1.5 വർഷം മുമ്പ് നമ്മളിവിടെ പറവട്ടാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയൊരു ഭാവന വെഡ്ഡിങ്സ് എന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇവിടെ ഹോളി കമ്മ്യൂണിൻ്റെ എല്ലാവിധ കളക്ഷൻസും ഉണ്ട്. അത് ഒപ്പം തന്നെ കസ്റ്റമൈസേഷനും ഉണ്ട്. പിന്നെ നമ്മൾ ഈ കോട്ട് റെൻ്റൽസ് പരിപാടിയുണ്ട്. പിന്നെ ഗ്രൂംസിൻ്റെയും ബ്രൈഡ്സിൻ്റെ ഒക്കെ കസ്റ്റമൈസേഷനും കൂടി ഉണ്ട് ഇവിടെ. പിന്നെ ഒരു ഫാമിലി സ്റ്റോർ എന്ന് തന്നെ പറയാം. എല്ലാ ഐറ്റംസും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പറവട്ടാനി എന്ന് പറഞ്ഞ സ്ഥലത്ത്. നല്ല ഫെസിലിറ്റിയോട് കൂടിയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഈ ഒരു ഇതിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. കസ്റ്റമൈസേഷനാണ് എടുത്ത് പറയാനുള്ളത്. റെൻ്റൽസ് മാത്രമല്ല, നമുക്ക് ബ്രൈഡിനും ഗ്രൂമിനൊക്കെ നമുക്ക് ഏത് ഡിസൈൻസ്, പുതിയ ഡിസൈൻസ് കൊണ്ടുവന്നാലും നമ്മളിവിടെ കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഒരു നല്ലൊരു ടീം തന്നെ നമ്മുടെ ഇവിടെ പറവട്ടാനി ഷോപ്പിലുണ്ട്. എല്ലാവർക്കും സ്വാഗതം.